നമ്മുടെ കേരളത്തിന്റെ ഇപ്പോഴത്തെ പോക്ക് കാണുമ്പോൾ സത്യത്തിൽ ഭയം തോന്നി തുടങ്ങി. അങ്ങ് നോർത്ത് ഇന്ത്യയിൽ മാത്രമല്ല, ഇവിടെ കേരളത്തിലും ഇസ്ലാമോഫോബിയ, മുസ്ലിങ്ങളോടുള്ള വിരോധം അധികരിച്ചു വരികയാണ്. അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഞാനിപ്പോൾ പ്ലേ ചെയ്യാൻ പോകുന്ന വീഡിയോ. ആ വീഡിയോ എന്ന് പറയുന്നത് ഒരു ക്രിസംഗിയുടെ വീട്ടിലേക്ക് ഒരു ക്രിസ്ത്യൻ പോയതാണ്. പക്ഷേ ആ ക്രിസംഗി വിചാരിച്ചു വന്നിട്ടുള്ളത് ഒരു മുസ്ലിം ആണെന്ന്. അപ്പോൾ അയാളോട് എങ്ങനെയാണ് ഈ ക്രിസംഗി പെരുമാറിയിട്ടുള്ളത് എന്ന് നമുക്കൊന്ന് കേൾക്കാം. നമസ്കാരം കേട്ടോ. ഞാനൊരു കാര്യം പറയാം. ഇന്നത്തെ കാര്യം എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് എനിക്ക് പേടിയാവുന്നുണ്ട് കേട്ടോ. ആളുകളുടെ ഇത്തരത്തിലുള്ള സംസാരവും പെരുമാറ്റവും ഒക്കെ കാണുമ്പോൾ എനിക്ക് ശരിക്കും ഭയം തോന്നുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഞാനൊരു വാഷിംഗ് മെഷീന്റെ കംപ്ലൈന്റ് നോക്കാനായിട്ട് ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന്, അതായത് ഒരു ക്രിസ്ത്യൻ ഫാമിലിയാണ് ഞാൻ ചെന്ന് കയറുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് എന്നോട് മിണ്ടാൻ ഭയങ്കര മടി, പിടിച്ചുള്ള സംസാരം. അപ്പോൾ ഞാൻ വാഷിംഗ് മെഷീന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴും പുള്ളിക്ക് ഒരു താല്പര്യമില്ലാത്ത പോലെയാണ് പുള്ളി എന്നോട് സംസാരിക്കുന്നത്. അങ്ങനെ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്ത് ഈ മനുഷ്യൻ ഇയാൾ ഇങ്ങനെ തന്നെ ആയിരിക്കും, വീട്ടിൽ വരുന്ന ആളുകളോട് പെരുമാറുന്നത് ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. അതിനുശേഷമാണ് ഞാൻ ഈ കാതയിൽ കടുക്കലിട്ടേക്കുന്നതും എൻ്റെ കഴുത്തേൽ മാല കിടക്കുന്നതൊക്കെ പുള്ളി കാണുന്നത്. അപ്പോൾ പുള്ളി പതുക്കെ എന്നോട് ചോദിച്ചു, നിന്റെ പേരെന്നാ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ പേര് ഇന്നതാണ്. എവിടെയാണ് വീട് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മൈലക്കൊമ്പിലാണ് വീട്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം എന്നോട്, ക്രിസ്ത്യാനിയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതെ ക്രിസ്ത്യാനിയാണ്. ഞാൻ ക്രിസ്ത്യാനിയാണോ എന്ന് ചോദിച്ചാൽ ക്രിസ്ത്യൻ മതത്തിലാണ് ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴാണ് അദ്ദേഹത്തിന് ശ്വാസം നേരെ വീണത് എന്ന് പറയാം. അപ്പോൾ അദ്ദേഹം എന്നോട് കൂടുതൽ സംസാരിക്കാൻ തുടങ്ങി. എന്നിട്ട് അയാളുടെ ഉള്ളിൽ കിടന്ന സാധനം അയാൾ എന്നോട് പറഞ്ഞു. അയാളോട് ഞാൻ ഓർത്തേ കാക്കാനാന്ന് ഓർത്തു എന്ന് പറഞ്ഞു. ആ പറച്ചിൽ നിന്ന് എനിക്ക് മനസ്സിലായി, ഞാനൊരു മുസ്ലിമാണ് തെറ്റിദ്ധരിച്ചിട്ടാ ഇയാൾക്ക് എന്നോട് മിണ്ടാൻ മടി. ഞാനൊരു മുസ്ലിമാണ് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് അയാൾക്ക് അയാളുടെ വീട്ടിലേക്ക് ഞാൻ ചെന്നപ്പോൾ അത് ഇഷ്ടപ്പെടാതിരുന്നത്. എന്നിട്ട് ഈ മനുഷ്യൻ, ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ എന്നോട് പറയുന്നത് മുഴുവൻ മുസ്ലിം വിരുദ്ധയാണ്. ഇദ്ദേഹം പറയുന്ന ഓരോ കാര്യങ്ങളുണ്ട്. ഇവന്മാരെ കൊണ്ട് ഭയങ്കര ശല്യമാണ്. ഇപ്പൊ തൊടുപുഴയ്ക്ക് ഇറങ്ങാൻ പറ്റുമോ, തൊടുപുഴ ടൗൺ മുഴുവൻ ഇവന്മാരെ കീഴടക്കി. ഇത്തരത്തിലുള്ള ചർച്ചകൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇയാൾ എന്നോട് പറയുന്നത്. അപ്പൊ എനിക്ക് ഭയങ്കര ഒരു പ്രയാസം തോന്നി. കാരണം എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ മുസ്ലിങ്ങളുടെ ഇടയിൽ ജനിച്ച് വളർന്ന് ജീവിക്കുന്ന ഒരാളാണ്. ഞാൻ അവരെ അത്തരത്തിൽ ഇന്ന് വരെ എനിക്കൊരു പ്രശ്നവും കണ്ടിട്ടില്ല. ഞാൻ ഈ താമസിക്കുന്ന ഫ്ളാറ്റിന്റെ